അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ ഒരു ഭാഗത്ത് സമ്പത്തും മക്കളും അനുഗ്രഹമാണെന്ന് പറയുമ്പോ അതേ ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഒരു മനുഷ്യന്റെ നാശം അവന്റെ മക്കളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാതിരാത്രി പടച്ചറപ്പേ ഇൽമിന്റെ വഅദിന്റെ സദസ്സിലേക്ക് ഒഴുകിയെത്തി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവേ നമ്മളും കാണുന്നവരാ, ഖുർആനിന്റെ ഈ ആയത്ത് നമ്മൾ കാണുന്നവരാണ്. ഒരു സ്ഥലത്ത് അല്ലാഹുവേ മക്കള് കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കള് കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കള്. എങ്കിലും മറു സൈഡിൽ ചില മാതാപിതാക്കളുണ്ടല്ലോ, ചില മക്കൾ അല്ലാഹുവേ, ചില ഉമ്മയും വാപ്പയും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ചറപ്പേ എന്റെ പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, എന്റെ പൊന്നുമോന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തന്റെ പൊന്നാര മകന് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു സമാധാനമില്ലാതെ പടച്ചവനെ ഒന്നിരിക്കാൻ കഴിയാതെ ഉറക്കം വരാതെ മാതാപിതാക്കളെ തന്റെ പൊന്നുമക്കളെ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മറ്റൊരു ഭാഗം നോക്കുമ്പോ അല്ലാഹുവേ മാതാപിതാക്കള് പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ എന്തിനാ പടച്ചവനെ ഇങ്ങനെ ഒരുത്തനെ തന്നത്, എന്തിനാ പടച്ചവനെ? അല്ലാഹുവേ ഉമ്മയും വാപ്പയും അല്ലാഹുവോട് തന്നെ ചോദിക്കുകയാ, എന്തിനാ അല്ലാ ഇങ്ങനെ ഒരുത്തനെ എനിക്ക് തന്നത്? രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പൊന്നുമോര് അവൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചവനെ മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന, തന്റെ മക്കള് നന്നാകണമെന്ന് ദുആ ചെയ്യേണ്ട നാവ് കൊണ്ട് ഇവൻ നശിച്ചു പോകട്ടെ, ഇവൻ മുടിഞ്ഞു പോകട്ടെ എന്നല്ലാഹുവേ തന്റെ മക്കൾക്കെതിരെ ദുആ ചെയ്യുന്ന മാതാപിതാക്കളുമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ മാതാപിതാക്കൾക്ക് ഒരു വിലയും നൽകാത്ത മക്കളുടെ കാലമാണല്ലോ. പടച്ചവനെ പണം കിട്ടിക്കഴിയുമ്പോ, സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിക്കഴിയുമ്പോ അല്ലാഹുവേ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന മക്കളുണ്ടല്ലോ, മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കളുണ്ടല്ലോ, രോഗം പിടിച്ച ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തെള്ളുന്ന മക്കളുടെ കാലമല്ലേ. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളിൽ പഠിക്കുന്ന യുവതലമുറയുണ്ടല്ലോ, തന്റെ കൂട്ടുകാരോട് പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് പ്രായമുള്ള വാപ്പയെ കാണിച്ചിട്ട് ഇതെന്റെ മാതാപിതാക്കളാണെന്ന് പറയാ മക്കള് മടിക്കുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചരിത്രമുണ്ട്. ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന് നമ്മളെല്ലാവരും ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടു. അല്ലാഹുവേ ഏത് കുടുംബത്തെ കുറിച്ചെന്നറിയുമോ? പരിശുദ്ധമായ മക്കയിലേക്ക് കോടാനുകോടി ലക്ഷക്കണക്കിന് ജനങ്ങള് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു കുടുംബത്തെ ഓർക്കാതെ ഒരു മനുഷ്യനും തിരിച്ചു വരാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മക്കയിലേക്ക് പരിശുദ്ധ കഅബയിലേക്ക് ചെന്നിട്ട് ഒരു വാപ്പയെയും ഉമ്മയെയും മകനെയും കുറിച്ച് ചിന്തിക്കാതെ അവര് തന്നെയാണല്ലോ, അവരുടെ സ്മരണ തന്നെയാണല്ലോ ഇബ്രാഹിം നബിയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും ഈ ഭാര്യ ഭർത്താവിനെയും മകനെയും ഓർക്കാതെ ഒരു മനുഷ്യനും മക്കയിൽ നിന്ന് മടങ്ങി വരാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മക്കളാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മകനെ കുറിച്ച് പറഞ്ഞു തരികയാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ചെറുപ്പക്കാരോട്, മക്കളെ ഖുർആൻ പറഞ്ഞ മകനേതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇസ്തഫാ ലി ആദമ വനൂഹ വആല ഇബ്രാഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തിരഞ്ഞെടുത്തു, നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വആല ഇബ്രാഹീം, ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഏത് കുടുംബമെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഇബ്രാഹിം നബി എന്നറിയുമോ?
ഇബ്രാഹിം നബിയുടെ ചരിത്രം ഈ മുസ്ലിമീങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. ഒരുപാട് നാളുകളായി മക്കളില്ല, രണ്ടുപേർക്കും പ്രായമായിരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, മക്കളെ കിട്ടാൻ ദുആ ചെയ്യുകയാണ്. എന്നിട്ടും മക്കളെ കിട്ടാതെ വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാ അവന്റെ ഭർത്താവായ ഇബ്രാഹിം നബിയോട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇനി ഞാൻ പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ, എനിക്കൊരുപാട് പ്രായമായല്ലോ, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം നബിയേ. ഒരു ഭാര്യ ഭർത്താവിനോട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുകയാ. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ആ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായാ അത് എന്റെ കുഞ്ഞ് തന്നെയല്ലേ നബിയേ, എനിക്കവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ. ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, സാറാ, എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്? നീ തന്നെ കാണിച്ചതാ സാറാ. സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാ കാണിച്ചു കൊടുത്തത്? മഹദി ഹാജറാ. ഹാജറാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, ഇബ്രാഹിം നബി ഹാജറാ ബിയെ വിവാഹം കഴിച്ചു. അവിടുന്ന് ഒരു കുഞ്ഞു ജനിക്കുകയാണ്, ഒരു പൊന്നുമോന് ജനിക്കുകയാണ്. ഇസ്മായിൽ എന്ന് പേരിടുകയാ. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച് തന്റെ ചോരക്കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു ഇബ്രാഹിം നബി. വന്നിട്ട് പറയുന്നു, ഹാജറാ, യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ചോര കുഞ്ഞിനെയും എടുത്തിട്ട് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. ഹാജറ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞില്ല. ഒരുങ്ങാൻ പറഞ്ഞു. ആ സാലിഹത്തായ പെണ്ണനുസരിക്കുകയാണ്. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു, ആ പെണ്ണൊരുങ്ങുകയാണ്. തന്റെ ചോര കുഞ്ഞിനെ എടുത്തു. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. അവസാനം യാത്ര ചെയ്ത് മക്കയിലെത്തിയിട്ട് പടച്ചവനെ, സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുണ്ടല്ലോ. അല്ലാഹുവേ, ജനവാസമില്ലാത്ത ഒരു പറവ് പോലും പറക്കുന്ന പോകാത്ത ഒരു പറവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനില്ലാത്ത രണ്ട് മലകൾക്ക് നടുവിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും അതാ ഇബ്രാഹിം നബി ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള കാരക്കയും കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നടക്കുകയാ. സാറാ ബീവി ഇങ്ങനെ അതാ ഹാജറാ ബീവി അത്ഭുതത്തോടെ നോക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ മിണ്ടാതെ നടന്നു പോവുകയാ. ഹാജറാ ബീവി ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ അതോ സ്വന്തം തീരുമാനമാണോ? ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, ഹാജറാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടുന്ന് പറയുന്നു, ഹാജറാ, ഇത് എന്നെ പടച്ച റബ്ബിന്റെ തീരുമാനമാ ഹാജറാ. തന്റെ തോരക്കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഹാജറ പറഞ്ഞു, ഹസ്ബുനല്ലാ, ഹസ്ബുനല്ലാ, എങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ പൊക്കോ. എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അല്ലാഹുവിനറിയാ. എന്നെയും എന്റെ കുഞ്ഞിനെയും നോക്കാൻ അല്ലാഹുവിനറിയാ. എന്റെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി നടന്നു പോവുകയാ. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരുകയാണ്. വാപ്പ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വളർന്ന് ചരിത്രം പറയുന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങി വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നില്, മകന്റെ മുന്നിലേക്ക് അതാ വർഷങ്ങൾ കഴിഞ്ഞു മടങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ തന്റെ മകന്റെ കൂടെ കൂടിയിട്ട് വല്ലാത്ത സന്തോഷമാ. വാപ്പയും മകനും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബിക്ക് 10 വയസ്സിന്റെ താഴെയാണ് പ്രായം. ചരിത്രം പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം രാവിലെയുണ്ടല്ലോ, ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും,
ചോദിക്കുന്നു, മോനെ ഇസ്മായിലേ, അള്ളാഹു പറഞ്ഞിരിക്കുകയാ നിന്നെ അറുത്തു കൊടുക്കാൻ. ഇന്നലെ വാപ്പ ഒരു സ്വപ്നം കണ്ട പൊന്നുമോര്, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാ. നിന്റെ അഭിപ്രായം എന്താണെന്ന് വാപ്പ തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ മകൻ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. വാപ്പയോട് തന്റെ പൊന്നാര 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമൂര് അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണേ വാപ്പാ, അള്ളാഹു പറയുന്നത് അനുസരിക്കുക വാപ്പാ, വിധിയുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാ. തന്റെ വാപ്പയെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്ന വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ, തന്റെ പൊന്നുമോനെ അറുക്കുന്നതിന് വേണ്ടി വാപ്പ തയ്യാറെടുക്കുമ്പോ ആ പൊന്നുമോൻ ഉപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്ക് 4 വസിയ്യത്തുണ്ട് വാപ്പാ. ആ 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോനോട് വാപ്പ ചോദിച്ചു, എന്തേ മോനെ, എന്തേ നിനക്ക് അവസാനമായി വസിയ്യത്ത് ചെയ്യാനുള്ളത്? അവിടുന്ന് പൊന്നുമോൻ ഉപ്പാരോട് പറയുന്ന, ഉപ്പാ എന്നെ മലർത്തി കിടത്തിയിട്ട് കഴുത്തില് കത്തിവെച്ചറുക്കല്ലേ, എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് എന്റെ പിരടിയിലെ കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. അത്ഭുതത്തോടെ ഇബ്രാഹിം നബി ചോദിച്ചു, മോനെ കാരണമെന്തേ? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വാപ്പാ നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അറുക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് കത്തികിടത്ത് വെക്കുമ്പോ എന്റെ മുഖമെങ്ങാണം കണ്ട നിങ്ങളെ കൊണ്ടറുക്കാ കഴിയില്ല വാപ്പാ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാ കഴിയില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് പിരടിയില് കത്തിവെച്ചറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നു, വാപ്പാ എന്റെ കയ്യും കാലും കെട്ടിയിടണേ വാപ്പാ, എന്റെ കയ്യും കാലും കെട്ടിയിടണം. എന്തിനാ മോനെ, എന്തിനാ മോനെ? വാപ്പാ നിങ്ങൾ എന്റെ കഴുത്തില് കത്തിവെച്ചറക്കുമ്പോ എനിക്ക് വല്ലാതെ വേദനിക്കുമല്ലോ. എന്റെ കൈകാലുകൾ ഇട്ടടിച്ചാ ഉപ്പയുടെ കൈവിറയ്ക്കും ഉപ്പാ, നിങ്ങളെ കൊണ്ടറുക്കാൻ കഴിയില്ല. മൂന്നാമതായിട്ട് പറയുന്ന, ഉപ്പാ ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാനെ സഹിക്കൂല, എന്റെ ഉമ്മാടെ മനസ്സ് വേദനിക്കും. നാലാമതായിട്ട് ഇസ്മായിൽ എന്ന ചെറിയ പയ്യന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പാ എന്നെ അറുത്തിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയോട് എന്റെ സലാം പറയടേ, എന്റെ ഉമ്മാനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാടാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണേ എന്ന് അറുക്കാൻ കൊണ്ടുപോകുന്ന വാപ്പയോടൊരു പൊന്നുമോ പറഞ്ഞു കൊടുത്ത ചരിത്രം കേൾക്കുമ്പോ ഏതൊരു വാപ്പയുടെയും മനസ്സിന്റെ ഉള്ളില്, ഏതൊരു ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളില് അറിയാതെ ദുആ ചെയ്യുന്നു, അല്ലാ ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു കുഞ്ഞിന് എനിക്ക് നീ തരണേ അല്ലാ. അറിയാതെ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി പറയുകയാ, എപ്പോഴും ദുആ ചെയ്യുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സാലിഹായ മക്കളെ നമുക്ക് വേണം, നന്മയുള്ള മക്കളെ നമുക്ക് വേണം, നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ നമുക്ക് വേണം, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നമുക്ക് വേണം. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സഹാബ ഒരു മനുഷ്യന് മരണപ്പെട്ട 3 കാര്യങ്ങള് പ്രയോജനം ചെയ്യൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങളെ പ്രയോജനം ചെയ്യൂ. ഒന്ന്, ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മം. രണ്ട്, ആ മനുഷ്യൻ കൊടുത്ത സദക്കയുണ്ടല്ലോ. മൂന്ന്, മക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ, മക്കളുടെ വില മനസ്സിലാക്കണമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞ ഈ ഒരേ ഒരു ഹദീസ് മതി. മൂന്ന്, അള്ളാന്റെ റസൂല് പറഞ്ഞു, മരിച്ച 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ച ഒരു മനുഷ്യന് പിന്നെ പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ എന്തേ പറഞ്ഞത്? മരിച്ചുപോയ ഒരു മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ, സാലിഹായ മക്കൾ എന്നല്ല പറഞ്ഞേ. സാലിഹായ മക്കളുണ്ട്, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, വയലു പറയും, വയലു കേൾക്കും, സദക്ക കൊടുക്കും, എല്ലാ നല്ല കാര്യവും ചെയ്യും. ഉമ്മാനെയും വാപ്പാനെയും പള്ളിക്കുഴി കൊണ്ടുവച്ചാൽ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെയുള്ള മക്കളെ കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവരോടുള്ള ബന്ധം കഴിഞ്ഞു. അങ്ങനെയല്ല. റസൂലുള്ള പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, സാലിഹായ മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കൾ, അതാണ് മക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം അങ്ങനെയുള്ള മക്കളാകണം ഞാനും നിങ്ങൾ. ഇപ്പം ചോദിക്കും, നിങ്ങളൊക്കെ വളർന്നു, നിങ്ങൾക്ക് മക്കളായി, പക്ഷെ നിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്ക് നീ എത്ര വളർന്നാലും മക്കൾ തന്നെയല്ലേ? എത്ര വളർന്നാലും നിന്റെ മാതാപിതാക്കൾക്ക് നീ മക്കളാ. അപ്പൊ നീയും നന്നാകണം, നിന്റെ മക്കളും നന്നാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. സാലിഹായ മക്കള് അൽഹംദുലില്ലാഹ്, പെണ്ണുങ്ങളൊന്നും പൊക്കൂല, വേറെ വല്ല കാര്യത്തിലും ഇപ്പൊ ചാടി കയറി എഴുന്നേറ്റ് നിന്നേ. നീ സാലിഹായ നിനക്കുള്ള, നീ ചെയ്ത നിന്റെ മക്കള് നിന്നോട് ചെയ്യും, നീ ചെയ്തില്ലേ നിന്റെ മക്കളും അത് തന്നെ കാണിക്കും. അള്ളാഹു നമ്മളൊക്കെ സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ കിട്ടൂല. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നല്ല മക്കളെ കിട്ടത്തുള്ളൂ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്, എല്ലാവരും നേരെ ഇരിക്കും. എല്ലാവരും നേരെ ഇരുന്നേ. ചെളിയിലായിരിക്കുന്നത്, കാല് പൊതയണ്ട. എല്ലാവരും നേരെ ഇരിക്കും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ ഉറക്കം വരും. ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ ശൈത്താൻ അടുത്ത് വന്നിട്ട് അളിയാ ഉറങ്ങടാന്ന് ഇങ്ങനെ തടകുക. ഓനിങ്ങനെ തടകി ഉറക്കാൻ നടക്കുക. ഓനിപ്പോ ഏറും കൊണ്ടിട്ട് വെറുതെ നടക്കുക. ഈ 28 ലക്ഷം ഹാജിമാരെങ്ങാണ്ട് ഈ വർഷമുണ്ട്. എല്ലാരും കൂടെ എറിഞ്ഞെറിഞ്ഞവന്റെ ഊപ്പാട് വന്നിരിക്കുക. എല്ലാരും കൂടെ പോയി കിടന്നിട്ട് ജംറയിലും അള്ളാഹു 7 കല്ല് വെച്ച് 21 കല്ല് ഒരു ദിവസം. എന്തോ ഏറെന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെ ഏറ്. ചില പാകിസ്ഥാനികളൊക്കെ ചെരുപ്പാ എറിയുന്ന ഊരിയിട്ട് ശൈത്താനെ. അതാ മനസ്സിലാക്കേണ്ടത്. ശൈത്താൻ ചിലരുടെ ഏറ് കാണുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സെൽഫിയുടെ കാലമാണല്ലോ. ജംറയിൽ ഇങ്ങനെ കല്ലെറിയ, ശൈത്താനെ കല്ലെറിയുന്ന സമയത്ത് ഒരുത്തൻ ഒരു സെൽഫി, ശൈത്താനോടൊപ്പം ഒരു സെൽഫി പത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും. കല്ലെറിയുമ്പോഴും സെൽഫി. ഓനെ നോക്കിയിട്ട് ശൈത്താൻ ചിരിക്ക, എടാ നീ എന്നെ എറിയുന്നു, നീ നിന്നെ തന്നെ എറിയടാ എന്നാ ചിന്തിക്കണേ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരുത്തിയിട്ട് നമ്മളെ ഉറക്കാൻ അവൻ പരിശ്രമിക്കും. ഉറങ്ങണ്ട, ഉറങ്ങാനൊരു ഭാഗ്യം വേണം. ഇല്ലേ ഉസ്താദ്, സ്വർഗത്തിരുന്ന് ഉറങ്ങാനൊരു യോഗം വേണ്ടേ? ശരി, അള്ളാഹു നമുക്ക് കയ്യുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരു കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കൃഷി ചെയ്യാൻ ഒരാള് തീരുമാനിക്കുമ്പോ ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്താൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തല്ലേ കൃഷി ചെയ്യാറുള്ളൂ? ഇല്ലേ മനുഷ്യന്മാരെ പറ. ഇവിടെ കൃഷി ഇറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരാൾ കൃഷി ചെയ്യത്തുള്ളൂ. ഒരു കട, ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഇവിടെ കച്ചവടം ഉണ്ടാകും, ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ അവിടെ കടയിടാൻ പോകത്തുള്ളൂ.
കടയിട്ടാൽ കച്ചവടം നടക്കൂല എന്നുറപ്പുള്ള സ്ഥലത്ത് ആരെങ്കിലും കൃഷി ഇറക്കോ അല്ലെങ്കിൽ കടയിടോ? ചെയ്യൂല. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്നാമതായി ഖുർആൻ പറയുകയാ, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബസു ലഹാ യഖ്റുജു ഇല്ലാ നക്ദാ. വിവാഹം കഴിക്കാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നല്ലതുപോലെ കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? നിസാഉകും ഹർസുൽ ലകും ഫഅതു ഹർസകും. മോനെ, പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ കൃഷിയിടമാണ്. അതുകൊണ്ട് നീ നല്ല കൃഷിയിടത്തിൽ വിളവിറക്കിയാലേ നിനക്കും നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, നല്ല കൃഷിയിടത്തിൽ കൃഷി ഇറക്കിയാ നിനക്ക് നല്ല വിളവ് കിട്ടും. മോശമായ പറമ്പിൽ നീ കൃഷി ഇറക്കിയാ നീ ഉദ്ദേശിക്കുന്ന വിളവ് നിനക്ക് കിട്ടൂല എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, സ്വാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മോനെ, റോഡിന്റെ ഓരത്ത് നിന്ന് പുഞ്ചിരിക്കുന്നവളെ കെട്ടല്ലേ, കണ്ടവളമാരെ കെട്ടല്ലേ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കണേ. നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. നല്ല ഉമ്മയ്ക്ക് നല്ല മക്കള് പിറക്കാറുള്ളൂ. അള്ളാഹുവേ, നല്ല വാപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മമാർക്ക് നല്ല മക്കള് ജനിക്കൂ. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മയുടെ വയറ്റിൽ എത്രയോ നല്ല മക്കൾ ജനിച്ചതിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, കേട്ടതാണെങ്കിലും ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. ഒരു നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചവരെ പൊന്നുമോനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. മഹാനായ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. കാണാൻ എന്ത് സുന്ദരനെന്നറിയുമോ? വല്ലാതെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ പടച്ചവനെ വല്ലാത്ത പേടിയാ. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവിടെ നിന്ന് മുണ്ട് മുറുക്കി വൃത്തികെട്ടിയ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാണ്. അവസാനം നടന്ന് ഒഴുക്കമുള്ള ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാ. ഒരു പുഴയുടെ ചാരത്ത് പോയി തളർന്നു കിടക്കുകയാണ്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആപ്പിളങ്ങ് കാണുമ്പോ വിശപ്പിന്റെ കാഠിന്യത്താൽ അറിയാതെ അതങ്ങെടുത്ത് കഴിക്കുകയാണ്. പടച്ചവനെ, ആപ്പിളങ്ങ് ആർത്തിയോടെ തിന്നുകയാണ്. തന്റെ ആമാശയത്തിലേക്ക് ആപ്പിളിന്റെ ഒരൽപ്പം തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോ വിശപ്പിനൽപ്പം ശമനം കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, അല്ലാ, ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര്. ഹറാമ് തിന്നുപോയല്ലോ, ഹറാമന്റെ വയറ്റിൽ പെട്ടുപോയല്ലോ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, എന്റെ അമലുകളൊന്നും സ്വീകരിക്കില്ലല്ലോ. ഞാൻ മരിച്ചാ നരകത്തിലാണല്ലോ. കയ്യിൽ പകുതി ആപ്പിൾ പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ പുഴയുടെ ചാരത്ത് നിന്ന് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, സമാധാനമില്ല. എല്ലാവരും നോക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒഴുക്കുള്ള പുഴയ്ക്കെതിരായി നടക്കുകയാണ്. ആ പുഴയുടെ ചാരത്തുകൂടെ നടക്കുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു പ്രാന്തനെ പോലെ, തലയ്ക്ക് ബോധമില്ലാത്തവരെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ ചെറുപ്പക്കാരെ കിലോമീറ്ററുകളോളം നടക്കുകയാ.
അവസാനം ഒരു ആപ്പിള് തോട്ടം കണ്ടു. ആ തോട്ടത്തിൽ നിന്നാണ് ആപ്പിള് വെള്ളത്തിലേക്ക് വീണതെന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. ഒരു മനുഷ്യനകത്ത് നിൽക്കുന്നു, കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എനിക്കൊന്ന് പൊരുത്തം തരുമോ? ഞാൻ അറിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരാപ്പിളിന്റെ പകുതി ഞാൻ കടിച്ചുപോയി. ആ വീടാ തോട്ടത്തിലിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, സാബിത്ത്, ഞാൻ ഇതിന്റെ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ തൊഴിലാളിയാണ്. എന്റെ മുതലാളിയുടെ വീടെത്തണമെങ്കിൽ 3 ദിവസം രാപ്പകല് നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാൻ ഞാൻ തയ്യാറാ. കാരണം എനിക്ക് റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവേ ഒരു പാപിയെ പോലെ നിൽക്കാൻ വയ്യ. അവസാനം യജമാനന്റെ വീട് പറഞ്ഞു കൊടുത്തു. അതാ നടക്കുകയാണ്. 3 ദിവസം രാവും പകലും നടന്നു. അവസാനം ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലെത്തി. ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്കൊന്ന് പൊരുത്തം തരുവോ? നിങ്ങളുടെ ആപ്പിള് ഞാൻ കടിച്ചുപോയി, എനിക്കൊന്ന് പൊരുത്തം തരുവോ? ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, നിന്റെ ആമാശയത്തിലേക്ക് കടന്നുപോയാ ആ പകുതി ആപ്പിളിന് ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാണ്. സാബിത്ത് ചോദിച്ചു, എന്ത് കണ്ടീഷനാണ്? അവിടെന്ന് പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കാലില്ല, വികലാംഗയായ കാണാനടകില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് പൊരുത്തം തരൂ എന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാബിത്ത് പറഞ്ഞു, അല്ലാ, ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ദുനിയാവല്ലേ, എന്തിനും ഞാൻ തയ്യാറാ. അവസാനം കണ്ണില്ലാത്ത, കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലില്ലാത്ത, കാണാ സുന്ദരിയല്ലാത്ത, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുകയാണ്. റബ്ബേ, വിവാഹം കഴിഞ്ഞു. മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനടകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, സൗന്ദര്യമില്ലാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സാബിത്തേ, ഞാനാണ് നിന്റെ ഭാര്യ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ ഉപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ജനിച്ചതിന് ശേഷം, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം അല്ലാഹു കാണല്ലേ എന്ന് പറഞ്ഞ ഒരു കാര്യവും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാബിത്ത്. ഹറാമിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹറാമിന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരുത്തനെയും ഫോൺ വിളിച്ചിട്ടില്ല, ഒരു വികാരമുണ്ടാകുന്ന ഒരു മോശമായ സംസാരവും എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. മൂന്നാമതായിട്ട് ആ പെണ്ണ് പറയുകയാ, അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ ഈ കാലുകൊണ്ട് എന്ന് ഞാൻ നടന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കടിച്ചിട്ട് പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു, ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു. ഇവരുടെ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവിന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. ആ കൃഷിയിടത്തിലെ വിളവാണ് അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാണ് മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല പെണ്ണിനെ വിവാഹം കഴിക്ക്. അതുകൊണ്ടാ റസൂലുള്ളാഹ് പറഞ്ഞത്, ഫളുഫറു ബിദാത്തിദ്ദീൻ, നീ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് പറഞ്ഞത്, ദീനുള്ളവളെ കെട്ടണം, കണ്ടവളെ കെട്ടരുത്. ഇന്നിപ്പോ ദീൻ ആരും നോക്കാറില്ലല്ലോ. വേറെ 3 കാര്യങ്ങളാ നോക്കണം. പണം ഉണ്ടോന്ന് നോക്കും,
പണമുണ്ടോ എന്ന് നോക്കും. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, തന്നെക്കാലം വയസ്സുകൂടെ ഒന്നും വേണ്ട, പണമുണ്ടോ കെട്ടാൻ തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെണ്ണുപിള്ള മുന്നിൽ ഉമ്മ പറയും, സ്ത്രീധനം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് സമ്മതിക്കൂ, പൊന്നു മോനെ വെറുതെ നിൽക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, സ്ത്രീധനം വാങ്ങണമെന്ന് വാപ്പയും ഉമ്മയും പറഞ്ഞ അനുസരിക്കല്. കാരണം അവരല്ല ജീവിക്കേണ്ടത്, നീയാ ജീവിക്കണ്ടേ. അള്ളാന്റെ റസൂല് പറയുന്നു, മൻ തസവ്വജ ലി ഇംറഅതി മാലിഹാ ലം യസിദുഹു ഇല്ലാ ഫഖറാ. പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, പെണ്ണിന്റെ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്നവനെ, നീ എത്ര കോടിയ കണക്കിന് സ്ത്രീധനം വാങ്ങിയാൽ നിന്നെ ദാരിദ്ര്യം പിടിപെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 1 കോടി രൂപയും ബെൻസ് കാറും വാങ്ങിയവനാണെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിഗിന റസൂലുള്ളാഹി. അപ്പൊ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ നീ യതീംഖാനയിലാകും. ഇനി 2 ഗ്ലാമർ ഉണ്ടോ? അതാ കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും ചോദിക്കണം, പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ എവിടുന്ന് കിട്ടിയടാ? കാണുന്നവനൊക്കെ ഇങ്ങനെ നോക്കണം. ഗ്ലാമറുള്ള പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്. റസൂലുള്ള പറഞ്ഞു, വേണ്ട മോനെ, ഗ്ലാമർ കൂടിയവളെ നീ കെട്ടല്ലേ, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്, നിന്റെ ഭാര്യയ്ക്ക് നിന്നെക്കാളും ഗ്ലാമർ ഉണ്ടെങ്കിലും സുന്ദരിയാണെന്ന് പറയാൻ പാടില്ല. നിന്നെക്കാളും ഗ്ലാമർ നിന്റെ ഭാര്യക്കുണ്ടെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓള് താഴെയെങ്ങും നിൽക്കൂല. ഓള് വിചാരിക്കും ഇവനില്ലെങ്കിൽ ഇവന്റെ വാപ്പ. അങ്ങനെ എന്താ, താഴെയെങ്ങും നിൽക്കൂല, പിന്നെ അങ്ങ് കൂടും, അർശിന്റെ മുകളിലെത്തും. പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയിട്ട് കെട്ടാൻ പാടില്ല. 3 കുടുംബ മഹിമ നോക്കും. അവനവനെ കൊണ്ട് പറ്റുന്നിടത്ത് പോയി കയറിയാ പോരെ. പുളിങ്കൊമ്പിലേ പിടിക്കത്തുള്ളൂ. അത്തപ്പാടിയ അന്നന്നത്തെ ചെലവിന് എന്റെ കഴിയില്ലാത്തവനെ വേറി കോടീശ്വരന്റെ മോളെ കെട്ടും. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ കുടുംബ മഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടല്ലേ, നീ ആ കുടുംബത്തിൽ നാറിപ്പോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അവരുടെ മുന്നിൽ നീ നാണം കെട്ടുപോകും, അവനവനെ കൊണ്ട് പറ്റുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, നീ നോക്കണ്ട ഒന്നാമത്തെ കാര്യം, അവക്ക് അള്ളാനെ പേടിയുണ്ടോ? നിസ്കരിക്കാൻ അറിയോ? അവൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് അറിയോ? ഖുർആൻ ഓതാൻ അറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക്. ആ കൃഷിയിടത്തിൽ നല്ല മക്കൾ ജനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നതിന് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഒരു വാപ്പയും വിവാഹം കഴിക്കാത്ത മകനും കൂടെ ഈ മജ്‌ലിസിന്റെ സദസ്സിലുണ്ട്. ദുആ ചെയ്യുമ്പോൾ ഉസ്താദ് പറയുന്നു, മനസ്സിലെ ആഗ്രഹം എന്താണോ കരുതാൻ പറഞ്ഞാൽ, വിവാഹം കഴിക്കാത്ത മകൻ ഒരു സൈഡിൽ ഇരുന്ന് ചിന്തിക്കും, പടച്ചോനെ ഒരു സാലിഹത്തായ പെണ്ണിനെ എനിക്ക് തരണേ തമ്പുരാനെ. വാപ്പ ഇപ്പുറത്തിരുന്ന് പറയും, തന്നതിനെ ഒന്ന് നന്നാക്കി തരണേ പടച്ചവനെ. 2 പേരും ആവശ്യക്കാരിതാ. ഭാര്യയും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും ഒരു സാലിഹത്തായ പെണ്ണിനെയാ കരുതുന്നേ. അള്ളാഹു നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ വീടിന്റെ നാശമാണ്, ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ. പറമനുഷ്യന്മാരെ പറഞ്ഞു തരട്ടെ, ഉള്ള സമാധാനം പോയി കിട്ടും. നീ അനുഭവിക്കുന്നതിന്റെ കാരണം ഇതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 6 ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്മിലടിക്കാനല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും രോഗം നടിക്കുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഭർത്താവ് വന്നിട്ട് പറയും, ഐഷ മോളെ, ഒരു സുലൈമാനി അള്ളാഹ് എനിക്ക് തലവേദനയേക്കാം. ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട്. ഒരസുഖമില്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ്, വയ്യ വയ്യ വയ്യ, അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും, കേട്ടോടി മൂദേവി ഇന്നങ്ങാര് പറഞ്ഞത്, ഈ പറഞ്ഞ എല്ലാ ഗുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് തിരുത്തിക്കോന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിയേക്കരുത്. ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത്, കലഹം ഉണ്ടാക്കാനല്ല. 2 ഞാൻ മൊത്തം പറയണോ?
പറയണോ? കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഇന്ന് തീരുമാനമായി. ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോ പറയും, കേട്ടോ, ഉണ്ടെങ്കിൽ തിരുത്തിക്കോ, നിന്നെ ഉപദേശിക്കല്ല, നന്നാകാൻ വേണ്ടിയാ. 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഭാര്യയും ഭർത്താവ് ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണുപിള്ള പറയും, അതേ വന്നത് വെറുതെ അല്ല, 30 പവനും 50 സെന്റും കാറുമായിട്ടാ വന്നേ. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഊരിത്തന്നത്. എന്റെ വാപ്പ മരിക്കുന്ന കാലം വരെ നോക്കിയത് ഞാനാ. ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ, അവള് നല്ലവളല്ല, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. ഭർത്താക്കന്മാര് എങ്ങനെ ഉണ്ടായി എങ്ങനെ ആയിരിക്കും. 3, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക. രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ട് ഇറങ്ങാ. ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയാ, ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം, അങ്ങാരുടെ ബോഡി കണ്ടോ, ഇത് നിങ്ങളിങ്ങനെ നടക്കുക. ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച് അവൻ വലിയവനാ, അവൻ മറ്റവനാ, മറിച്ചവനാ, അങ്ങനെ ആകണം എന്ന് മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവൾ നല്ലവളല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, അടുത്തുണ്ടാവും സ്നേഹം എന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം, ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോലെ എവിടെ പോയാലും കൊണ്ടു നടക്കും. ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചില കൊന്തന്മാരങ്ങനെ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. ഒരെണ്ണം തരന്നിട്ട് വിട്ടു കൊടുക്കേണ്ട സമയം അപ്പോഴാ. മറ്റൊരുത്തനെ കുറിച്ച് മറ്റൊരു ആണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അടിക്കാൻ പാടില്ല, പക്ഷെ അടിക്കേണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ. ചില സമയങ്ങളിൽ കൊടുക്കണം. താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുക? ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുക, ഒരെണ്ണം തായിക്കാന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോ മറ്റൊരു ആണിനെ ആഗ്രഹിക്കുന്നവൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല, ഭർത്താവിനെ നോക്കാൻ സമയമില്ല, വീട് നോക്കാൻ സമയമില്ല. 24 മണിക്കൂറും ഒടുക്കത്തെ ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവക്ക് ആരെയും നോക്കാൻ സമയമില്ല. എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ട ഇങ്ങനെ നിൽക്കണം. എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം. അവക്ക് അവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണൊരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല, ഭർത്താവിന്റെ മുന്നില. വേണം, പക്ഷെ ആവശ്യത്തിന് വേണം. ഒരുപാടായിപ്പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ അവൾ നന്മയുള്ളവളല്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. 5ാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട. ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട. കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ചിലരുണ്ട്, ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ. അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു, ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ. വെളിയിലിറങ്ങുമ്പോൾ അപ്പുറത്ത് കടയിൽ കിടക്കണ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരെ തല്ലായിരിക്കും. അങ്ങനെ ചില പെണ്ണുങ്ങൾ, അവള് നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. 6ാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വിളിച്ചാൽ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് അവൻ അങ്ങനാണ്, രോഗമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ 5 സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, രക്ഷപ്പെട്ടു പോകും. തിരുത്താ മനസ്സിന്റെ ഇങ്ങനെ തന്നെ പൊക്കോ, അനുഭവിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയുള്ള മക്കൾ, ഖുർആൻ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മോനെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത്, അല്ലാഹുവേ അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട്, പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിന്റെ വിവാഹം ഉറപ്പിച്ചോ. 2, നിനക്ക് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാ, ആദ്യ വിവാഹം നടന്നത് നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ
സ്വർഗത്തിൽ വെച്ച. ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ച. വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ പോയി ജീവിക്കാരാ. എല്ലാവരും വിവാഹം കഴിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തന്നില്ലേ? വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തില് സ്വർണ്ണത്തിന്റെ ചാരുകസേലയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ഇരുന്നു കൊണ്ട് അതാ ആസ്വദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ ജീവിതം ദുനിയാവിലല്ല, നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത് പടച്ചവന്റെ സ്വർഗ്ഗത്തിലാണ്. നമ്മുടെ തറവാട് അവിടെയാ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു ആദ്യ വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ വെച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ദുനിയാവിലെ ഏറ്റവും വലിയ സ്ഥലമേതെന്നറിയുമോ? ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ? അതല്ലാഹുവിന്റെ പള്ളികളാ, അതല്ലാഹുവിന്റെ പള്ളികളാ. അതുകൊണ്ട് മോനെ, നിന്റെ രക്തത്തിൽ നല്ല മക്കള് പിറക്കണമെങ്കിൽ രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ